ഈ മെച്ചം ഒരു ഫയൽ അങ്ങനെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റ് ചെയ്യത്തരാണെങ്കിൽ ഉടനെ തന്നെ പോയി നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ GTA 5 മോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് 20 പ്രോപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഇതുവരെ എടുക്കാത്തവരാണ്, ഇതുവരെ എടുത്തിട്ട് കിട്ടാത്തവരൊക്കെ കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഇതിൻ്റെയൊക്കെ ഇന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്യേണ്ട, അവർ ഈ അപ്ഡേറ്റ്സും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പം മച്ചന്മാരെ നമ്മുടെ ഗെയിമിലേക്ക് ആദ്യം തന്നെ നമ്മുടെ ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നോവ കാറിൻ്റെ ഷിപ്പ് കോഡും കാര്യങ്ങളും 1207 എന്ന് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുന്നതാണ്. 1207 എന്ന് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇന്നോവ കാറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നോവ കാർ ഞാൻ ഇവിടെ സ്പോൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മോഡിഫിക്കേഷൻ കാറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുറേ പേര് ഇതിൻ്റെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു, കാറ് കിട്ടുന്നില്ലെന്ന്. അപ്പം ഞാൻ നിങ്ങളോട് 4-5 വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് കിട്ടാത്തത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണും, പക്ഷേ അത് എന്താണെന്ന് മെൻഷൻ ചെയ്യണം. അതിപ്പം കാറാകുമ്പം നിങ്ങൾക്ക് ഇന്നോവ കാർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മെക്ലാരൻ കാർ കിട്ടുന്നില്ല എന്ന് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പോർഷെ കാർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താലേ നമുക്ക് അതിനുള്ള മെത്തേഡ് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല നിങ്ങൾക്ക് കാർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലേക്ക് ഈ അപ്ഡേറ്റിലേക്ക് 3 കാർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേത് കാറാണ് കിട്ടാത്തത് നമുക്ക് അറിയാനും പറ്റത്തില്ല, നമുക്ക് ഗണിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, കാറെന്ന് പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾ അതിൻ്റെ പേര് പറയും. ഇപ്പോൾ കാറിനൊരു പേരുണ്ട്, മെക്ലാറിൻ, ഇന്നോവ, പോർഷ്യ എന്നൊക്കെ പേരുണ്ട്. ആ പേര് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അത് കിട്ടുന്നില്ല എന്ന് പറയുവാണെങ്കിൽ എനിക്ക് അതിൻ്റെ മെത്തേഡ് പറയാൻ പറ്റും എങ്ങനെ എടുക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ കുറേ പേർക്കാണെങ്കിൽ കാർ കിട്ടുന്നില്ലെന്ന് പറയുന്നത്, അപ്പോൾ ഏത് കാറാണെന്ന് അറിയത്തില്ല. ഞാൻ എല്ലാ കാറും എടുത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഇന്നോവ കാർ എടുത്ത്, ഇനി ഞാൻ മെക്ലാറിൻ എടുത്തിട്ടുണ്ട്. 4000 കോൾ ചെയ്യുമ്പോൾ മെക്ലാറിൻ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെക്ലാറിൻ്റെ അത് നമുക്ക് മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് കിട്ടാത്തതെന്ന് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ എല്ലാ കാറും എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 കാറും ഗെയിമിൻ്റെ അകത്തോട്ട് ചിപ്പ് കോഡായിട്ട് വന്ന 2 കാറും വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അത് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഈ 2 കാർ കിട്ടാത്തവരാണെങ്കിൽ ഗെയിം ഒന്ന് ആപ്പ് ഇൻഫോമിൽ പോകാം, നമ്മുടെ ഗെയിം എടുക്കണം. ഗെയിമിൻ്റെ അകത്ത് കയറിയിട്ട് അതിന് വരെ ഗെയിമിൻ്റെ ആപ്പ് ഇൻഫോമിൽ പോയിട്ട് അവിടെ ക്ലിയർ ഡേറ്റ് അടിക്കണം. ക്ലിയർ ഡേറ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യണം. അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ ഗെയിമിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ആ അപ്ഡേറ്റിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഫിക്സ് ആവുന്നതായിരിക്കും. ഈ ഫിക്സും കാര്യങ്ങളൊക്കെ 2 ദിവസത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ. 2 ദിവസം കഴിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നോക്കിയാൽ മതി. അതുവരെ നിങ്ങൾക്ക് വേറെ ഒരു ബഗ് ഇഷ്യൂസിൻ്റെ അപ്ഡേറ്റുകളും കിട്ടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത് നമ്മുടെ കുറച്ച് പ്രോപ്സും കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോപ്സും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് ഓരോന്നോരോന്നിട്ട് കാണിച്ചിട്ടാണ്. ഇതിന് SC1 എന്നാണ് നമുക്ക് ആദ്യത്തെ പ്രോപ്സും കാര്യങ്ങളും കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ SC2 അടുത്ത പ്രോപ്സും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അടുത്ത നമ്മുടെ SC3 ആണ് നമ്മൾ അടുത്ത പ്രോപ്സും കാര്യങ്ങളും ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഈ പ്രോപ്സിനൊക്കെ പ്രത്യേകത വെച്ചാൽ കളർ വ്യത്യാസങ്ങൾ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോപ്സ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ കുറച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് മോഡ് കാര്യങ്ങളൊക്കെ ഇറക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഇപ്പോഴേ കിട്ടത്തില്ല, എന്തായാലും ഈ ഒരു മാസത്തിനകത്ത് തന്നെ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് കിട്ടുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മോഡ്സ് കാര്യങ്ങളൊക്കെ വേണമെന്ന് എനിക്ക് അറിയാമെന്നായിരിക്കും. മോഡ്സ് വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യണം, പ്രോപ്സിൻ്റെ മോഡ്സ് വേണം എന്ന് പറഞ്ഞിങ്ങനൊന്ന് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ SSC പ്രോപ്സ് 10 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് 10ാമത്തെ നമ്മൾ എടുക്കാൻ പോകുന്നത് SSC10 എന്ന് നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തപ്പോൾ തന്നെ നമുക്കാണെങ്കിൽ 10ാമത്തെ പ്രോപ്സും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് 10 പ്രോപ്സും കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും 10 പ്രോപ്സ് ഉണ്ട്. അത് ഏതൊക്കെ ഞാൻ കാണിച്ചിരുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ മോഡ് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ പ്രോപ്സും കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ടല്ലോ നോക്കുന്നുണ്ട്. ഞാൻ ഒരു പ്രോപ്സ് എടുത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ മതി, സെലക്ട് ആവുന്നതായിരിക്കും. സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ ഡിലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ XYZ ഈ 3 ഐറ്റംസും കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും തിരിക്കാനും മറിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ എല്ലാം പറ്റുന്നുണ്ട്. അപ്പം ഇതും ഒരു പ്രശ്നമില്ല. നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് അത് വന്നിരിക്കുന്നത് ഈ പ്രോപ്സിനകത്ത് ഈ മോഡ് കാര്യങ്ങളൊക്കെ എല്ലാം പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്കെയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സ്കെയിൽ യൂസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവരെന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിച്ച് വേണ്ടി നമ്മൾ ഈ സ്കെയിൽ എങ്ങനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ സൈഡ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും നമ്മൾ യൂസ് ചെയ്ത് നോക്കി എല്ലാം വർക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഇനി അടുത്ത പ്രോപ്സും കാര്യങ്ങളും നമ്മുടെ മോഡ് ഓഫ് ചെയ്തതിനു ശേഷം അടുത്ത പ്രോപ്സും കാര്യങ്ങൾ എന്ന് വെച്ചാൽ HSC1
HSSC2, HSSC3 അങ്ങനെ പറഞ്ഞ് 10 പ്രോപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി 20 പ്രോപ്സും കാര്യങ്ങളാണ് നമ്മുടെ ഗെയിമിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 20 പ്രോപ്സും കാര്യങ്ങളൊക്കെ ഈ പ്രോപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് 20 പ്രോപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പുതിയ വന്ന പ്രോപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് റീസണും കൂടെ ഒന്ന് പറയേണ്ടതാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇത് വെച്ച് ഒരു ഗുണമില്ല എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അങ്ങനെ കൂടെ ഒന്ന് പറഞ്ഞ് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യാനാണ്ട് വിലപ്പറഞ്ഞ് നമുക്ക് സംസാരിച്ചിട്ട് വേറെ കുറച്ച് പേരിലെ പ്രോപ്സ് കാര്യങ്ങളും കൊണ്ടുവരാൻ നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഹൈഡ്രോളിക് മെഷീനും കാര്യങ്ങൾ കൊണ്ടുവരാത്തതിൻ്റെ ഇഷ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് നമ്മുടെ ഹൈഡ്രോളിക് മെഷീനും കാര്യങ്ങളും കൊണ്ടുവരായിരുന്നത്. അപ്പോൾ അതെന്തായാലും വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഹൈഡ്രോളിക് മെഷീൻ വേണ്ടവരുള്ളവർ ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് കാര്യമാണ് ചെയ്യേണ്ടതാണ്. ഞാൻ ഇതുവരെ ഹൈഡ്രോളിക് മെഷീൻ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോൾ ആരും ഒന്നും റെസ്പോണ്ട് കാര്യമാണ് തന്നിട്ടില്ലായിരുന്നു. ആ സമയത്തൊക്കെ കുറേ പേര് GTA5യുടെ റെസ്പോണ്ടും കാര്യങ്ങളൊക്കെയാണ് തന്നിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഹൈഡ്രോളിക് മെഷീൻ്റെ പ്രോപ്സും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ട് ജസ്റ്റ് അവിടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ വന്ന 20 പ്രോപ്സും കാര്യങ്ങൾ നമ്മുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് മോഡ് കാര്യങ്ങൾ വെച്ച് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും നിങ്ങളുടെ ഗെയിമിലേക്ക് സപ്പോർട്ട് ആവുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യണം. അടുത്തയാണ് നമ്മുടെ മെയിൻ സാധനം, നമ്മുടെ RGS മെനുവിൻ്റെ അകത്ത് GTA5 സിറ്റിയും പോർഷയും കാർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കുറേ പേര് എനിക്ക് എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സ് തുറക്കാൻ പറ്റാത്ത അത്രയും രീതിയിൽ കുറേ പേരുടെ കമൻറ്റ്സും കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. GTA5 കിട്ടുന്നില്ല, GTA5 കിട്ടുന്നില്ല, GTA5 കിട്ടുന്നില്ല എന്ന് കുറേ പേര് കമൻറ്റ് കാര്യങ്ങൾ ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. GTA5 കിട്ടാത്തതിൻ്റെ കാരണം വെച്ചാൽ നമുക്കിപ്പം കുറച്ച് പേരല്ല നമ്മുടെ GTA5 മോഡ് കാര്യങ്ങളും ആഗ്രഹിച്ചിരുന്നത്. നമുക്കിതിനകത്ത് മൊത്തം ആൾക്കാരും ഒരു മില്യൺസ് ഓഫ് ആൾക്കാർ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നത്. അവരെല്ലാവരും കൂടെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ നമ്മുടെ സൈറ്റ് തന്നെ ലിങ്ക് തന്നെ ക്രാഷായി പോയായിരുന്നു. അങ്ങനെ അത് എടുക്കാൻ പറ്റാത്ത ലോഡ് ഇഷ്യൂ കാരണം പോയതായിരുന്നു. ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവനിങ് കൂടെ തന്നെ നമുക്കെല്ലാം സെറ്റാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ലിങ്ക് കാര്യങ്ങൾ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ റീഫ്രഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തും അതുപോലെ തന്നെ പഴയ വീഡിയോസിൻ്റെ അകത്തും ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ റീഫ്രഷ് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ലിങ്കിൽ കയറുക, നേരെ ഡൗൺലോഡ് കൊടുക്കുക, ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. ഇന്നലെ പെട്ടെന്ന് എല്ലാവരും കൂടി കയറിയപ്പോൾ തന്നെ ആ ഗെയിം ഒന്ന് ക്രാഷായി പോയത് കൊണ്ടാണ് അത്രയും മിസ്റ്റേക്കും കാര്യങ്ങളും നമുക്ക് വന്നത്. ഇപ്പോൾ ആ ക്രാഷും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്, എല്ലാം ക്ലിയറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഗെയിമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ധൃതി പിടിച്ച് കയറ്റേണ്ട ആവശ്യമില്ല. ഞാൻ എന്തായാലും ഈ ഒരു ലിങ്കും കാര്യങ്ങളും ഇടുന്നതായിരിക്കും. ഈ ലിങ്ക് അഥവാ വല്ല ക്രാഷായി പോവുകയോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ ആ കമൻറ്റ്സിനകത്ത് പുതിയ ലിങ്കും കാര്യങ്ങൾ കിട്ടുമായിരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ആർക്കും പേടിക്കേണ്ട, എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. കുറച്ച് ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് നടന്നിരുന്നത്, കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങൾക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ലിങ്ക് എടുക്കുന്നതിന് മാത്രമല്ല, അത് ലിങ്ക് എങ്ങനെ ആഡ് ചെയ്യുന്നതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുറേ പേരുടെ കയ്യിൽ നിന്ന് അബദ്ധം കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ലിങ്കും കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള ശ്രമത്തിൽ. അപ്പം ലിങ്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് ഞാൻ. അപ്പോൾ ഇവിടെ നമ്മുടെ RGS മെനു കാര്യങ്ങളെടുക്കും ഇങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കും. അവിടെ ലോഡ് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ലിങ്കും കാര്യങ്ങളൊക്കെ എവിടെ നോക്കേണ്ടത്, ഫയലും കാര്യങ്ങൾ എവിടെ നോക്കേണ്ടതാണ്. ആ ഫയൽ തപ്പി പോയിട്ട് നിങ്ങൾക്ക് മിസ്റ്റേക്കായിട്ട് വേറെ ഏതെങ്കിലും ഫയലും കാര്യങ്ങൾ കയറി വന്നാൽ നിങ്ങളൊന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് മാത്രം ചെയ്താൽ മതി. അല്ലാതെ അത് ആഡ് ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ പോർഷെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പോർഷെ ആഡ് ചെയ്തപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ RGS മെനു എടുത്ത് പോർഷെ കാര്യങ്ങളൊന്നും കാണത്തില്ല. അത് കിട്ടണമെങ്കിൽ നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് നമ്മുടെ ഫോൺ എടുത്തിട്ട് RGS മെനു എടുക്കേണ്ടതാണ്. RGS മെനു എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പോർഷെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഇതേ രീതി തന്നെയായിരിക്കും നമ്മുടെ GTA5ൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ GTA5ൻ്റെ കുറച്ച് വ്യത്യാസം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കൃത്യമായിട്ട്. അപ്പം എന്തായാലും GTA5 കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതെല്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് RGS മെനു കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ലോഡ് എടുക്കേണ്ടതാണ്. ലോഡ് എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വീടിൻ്റെ പുറത്ത് പരമാവധി വീടിൻ്റെ പുറത്തിറങ്ങി നിന്നുകൊണ്ട് മാത്രം ചെയ്യുക. മാക്സിമം റോഡിൻ്റെ അവിടെ പോയി നിന്നിട്ട് നിങ്ങൾ ഈ ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് കുറച്ചുകൂടി പെട്ടെന്ന് ബെറ്ററായിട്ട് വർക്കും കാര്യങ്ങളാകത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും വീടിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ ആണെങ്കിൽ ഫയൽ കാര്യം ലോഡ് എടുത്തിട്ടുണ്ട്. ഫയൽ കാര്യം എടുത്ത് ഇനി നേരെ പോയിട്ട് ഞാൻ GTA5ൻ്റെ ലിങ്കല്ല ഫയൽ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സെലക്റ്റും കാര്യങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആരും പാനിക് ആവണ്ട, പെട്ടെന്ന് ടെൻഷൻ അടിക്കേണ്ട. വന്നില്ല എന്ന് നിങ്ങളൊന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഒന്നുകൂടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ RGS എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യരുത്. എല്ലാവരുടെയും മണ്ടത്തരം അതാണ്. ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യാതിന് പകരമായിട്ട് പുറത്തോട്ട് പോകുക. വെളിയിലോട്ട് പോയതിന് ശേഷം നിങ്ങൾ റോഡിലെത്തിയതിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തൊരു 5-10 സെക്കൻഡ്, ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് എങ്കിലും നിങ്ങൾ കൊടുക്കുക.
1 മിനിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഗെയിം ലോകത്തോട്ട് സ്റ്റക്കായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിലോട്ട് കയറുന്നതായിരിക്കും, GTA 5 മോഡിനകത്തോട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ RGSമെനു എടുക്കുക, അതിൻ്റെ അത് GTA 5 കാണുമായിരിക്കും. അപ്പോൾ ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ റീഫ്രഷ് ചെയ്തതിന് ശേഷം കയറണം. എന്നിട്ട് നിങ്ങൾ വീടിൻ്റെ പുറത്ത് റോഡിൽ പോയി നിന്നിട്ട് നിങ്ങൾ അവിടെ RGSമെനു എടുക്കുക. അപ്പോൾ GTA 5 ലിങ്ക് കാണും, ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് GTA 5 ക്ലിക്ക് ചെയ്യണം റോഡിൽ നിന്നുകൊണ്ട്. എന്നിട്ടൊരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് അവിടെ നിന്നോ. നിൽക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം നിൽക്കുമ്പോൾ തന്നെ ഗെയിം ഒന്ന് സ്റ്റക്കായി നിൽക്കും, ക്രാഷ് ചെയ്ത പോലെ. അപ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇത് ലോഡ് കാര്യങ്ങൾ എടുക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നേരെ GTA 5 മോഡിനകത്തോട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ പോയി മെത്തേഡ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത് സ്പാം ചെയ്യരുത് ഒരിക്കലും. എന്ന് വെച്ചാൽ GTA 5 ലിങ്കും കാര്യങ്ങളൊക്കെ RGSമെനു വരുമ്പം ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കാണുന്നില്ല എന്ന് പറയും, പിന്നെ തുടർച്ചയായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ GTA 5 ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് പിന്നെ സപ്പോർട്ട് ആവാതെ പോകും. സപ്പോർട്ട് ആകാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് വന്നിട്ട് കിട്ടുന്നില്ല, എന്താണ് പ്രശ്നം, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ കുറേ പേര് സ്കിപ്പടിച്ച് കണ്ടിട്ട് നിങ്ങൾ ലിങ്കും കാര്യം ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് പോകാനായിരിക്കും നോക്കുന്നത്. അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് തന്നെ പ്രശ്നം വരത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ മൊത്തം വാച്ച് ചെയ്യാൻ പറയുന്നത്. അതിൽ നമ്മളിപ്പോൾ GTA 5 അത് കയറിയിട്ടുണ്ട്. GTA 5 കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ അത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫുള്ള് വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചോദിച്ചായിരുന്നു, നിങ്ങളോട് ഞാൻ കമൻറ്റ്സ് ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് വേണോ അത് ഇപ്പോൾ അത്രയും വർക്കുള്ളത് മതിയോ എന്ന് ചോദിച്ചപ്പം ഇത്രയും വർക്കുള്ള മതി, വേണം നിങ്ങൾ അത്രേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ര വർക്ക്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. സിറ്റി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിനുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇനി സിറ്റി മാത്രമല്ല കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇനി GTA 5 ആഡ് ചെയ്യാൻ. അതൊന്നും വന്നിട്ടില്ല. അതിന് വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടെ ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതുകൂടെ കൊണ്ടുവരാൻ വേണ്ടി നമ്മളത് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ GTA 5 മോഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ റിഫ്രഷ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇടുന്ന ലിങ്കും കാര്യങ്ങളും നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങൾ കൊണ്ടുപോയി ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ സി യു ദെൻ ബൈ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട.